ബൈ ദ ടൈം. എന്താണ് ബൈ ദ ടൈം? എവിടെയാണ് അത് ഉപയോഗിക്കുന്നത്? ബൈ ദ ടൈം എന്നാൽ ആ സമയത്ത്. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും മീറ്റിംഗ് കഴിഞ്ഞിരുന്നു. ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴേക്കും ബസ് പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയാൻ നമുക്ക് ബൈ ദ ടൈം ഉപയോഗിക്കാം. നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം. ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ അവൻ പോയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ ബൈ ദ ടൈം ഉപയോഗിച്ച് നമുക്ക് പറയാം? ബൈ ദ ടൈം ഐ റീച്ച്ഡ് ഹോം ഹി ഹാഡ് ലെഫ്റ്റ്. ഇനി വേറൊരു തരത്തിലും ഇത് പറയാം. ഹി ഹാഡ് ലെഫ്റ്റ് ബൈ ദ ടൈം ഐ റീച്ച്ഡ് ഹോം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കൂ. രണ്ട് കാര്യങ്ങളും നടന്നത് പാസ്റ്റിൽ ആണ്, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഐ റീച്ച്ഡ് ഹോം, ഞാൻ വീട്ടിൽ എത്തി എന്നത് ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം ഹി ഹാഡ് ലെഫ്റ്റ്, അവൻ പോയിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും നടന്നത് പാസ്റ്റിൽ ആണെങ്കിലും ഒരു കാര്യത്തിന് മുൻപാണ് വേറൊരു കാര്യം നടന്നത്. ഐ റീച്ച്ഡ് ഹോം എന്നതാണ് രണ്ടാമത് നടന്ന കാര്യം. അത് നമുക്ക് ബൈ ദ ടൈമിൻ്റെ ഒപ്പം ഉപയോഗിക്കാം. ബൈ ദ ടൈം ഐ റീച്ച്ഡ് ഹോം ഹി ഹാഡ് ലെഫ്റ്റ്. ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടന്ന കാര്യം പാസ്റ്റ് സിമ്പിൾ ടെൻസിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റീച്ച്ഡ് എന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസാണ്. ഹാഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് ലെഫ്റ്റ് എന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ്. ഇനി വേറൊരു സെൻറ്റൻസ്. ബൈ ദ ടൈം ഐ കെയിം ബാക്ക് ഷീ ഹാഡ് പ്രിപ്പയർഡ് ബിരിയാണി. ബൈ ദ ടൈം ഐ കെയിം ബാക്ക്, ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വന്നപ്പോൾ അവൾ ബിരിയാണി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി പ്രിപ്പയർ ചെയ്തത് ആദ്യം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, അതിന് ശേഷമാണ് ഞാൻ തിരിച്ചെത്തിയത്. ബൈ ദ ടൈം ഐ കെയിം ബാക്ക് ഷീ ഹാഡ് പ്രിപ്പയർഡ് ബിരിയാണി. ഇവിടെ ആദ്യം നടന്ന കാര്യം ഹാഡ് പ്രിപ്പയർഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചു. രണ്ടാമത് നടന്ന കാര്യം ബൈ ദ ടൈമിൻ്റെ കൂടെ കെയിം ബാക്ക് എന്നുപയോഗിച്ചു. അത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. ബൈ ദ ടൈം ഹി വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ ഹി ഹാഡ് ഡൈഡ്. ഈ സെൻറ്റൻസിൽ അതിൻ്റെ മീനിങ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നതാണ് ഒരു കാര്യം. പിന്നെ ഹി ഹാഡ് ഡൈഡ്, അദ്ദേഹം മരണമടഞ്ഞു എന്നതാണ് വേറൊരു കാര്യം. അപ്പോൾ ആദ്യം നടന്നത് അദ്ദേഹത്തിൻ്റെ മരണം ആണ്, അത് കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എന്നർത്ഥം. അപ്പോൾ ബൈ ദ ടൈം ഹി വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ ഹി ഹാഡ് ഡൈഡ്. പിന്നെ ഹീ വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആയതുകൊണ്ടാണ്. സംബഡി ടുക്ക് ഹിം ടു ദ ഹോസ്പിറ്റൽ, അതാണ് അവിടെ മീനിങ്. വേറെ ആരോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, പക്ഷേ നമ്മളത് പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഹി വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. അവിടെയും പാസ്റ്റ് സിമ്പിൾ ടെൻസ് തന്നെയാണ്. ഇനി നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ വീട്ടിൽ എത്തുമ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണെങ്കിൽ വീട്ടിൽ എത്തുമ്പോൾ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചറിലെ കാര്യമാണ്. അതുപോലെ തന്നെ അവൻ പോയി കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് പറയുന്നതും ഫ്യൂച്ചറിലുള്ള കാര്യമാണ്. രണ്ട് കാര്യങ്ങളും നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെ പറയും? ബൈ ദ ടൈം ഐ റീച്ച് ഹോം ഹീ വിൽ ഹാവ് ലെഫ്റ്റ്. ബൈ ദ ടൈം ഐ റീച്ച് ഹോം, ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഹീ വിൽ ഹാവ് ലെഫ്റ്റ്, അവൻ പോയി കഴിഞ്ഞിട്ടുണ്ടാകും. ഇവിടെ ബൈ ദ ടൈമിൻ്റെ ഒപ്പം യൂസ് ചെയ്തിരിക്കുന്നത് റീച്ച് എന്നാണ്. അത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന കാര്യം ആണെങ്കിൽ പോലും നമ്മളവിടെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത ആ ഒരു ക്ലോസ് നോക്കൂ. ഹീ വിൽ ഹാവ് ലെഫ്റ്റ്. വിൽ ഹാവ് ലെഫ്റ്റ് എന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അവൻ പോയി കഴിഞ്ഞിട്ടുണ്ടാകും എന്നായി. ഇനി വേറൊരു സെൻറ്റൻസ്. ബൈ ദ ടൈം ഐ കം ബാക്ക് ഷീ വിൽ ഹാവ് പ്രിപ്പയർഡ് ബിരിയാണി. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും അവൾ ബിരിയാണി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഇവിടെ ബൈ ദ ടൈമിൻ്റെ ഒപ്പം പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിച്ചു, കം ബാക്ക്. പിന്നെ ഷീ വിൽ ഹാവ് പ്രിപ്പയർഡ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി രണ്ട് എക്സാമ്പിൾസ് കൂടി നമുക്ക് നോക്കാം. അവൾ വീട്ടിൽ എത്തുമ്പോഴേക്കും അവളുടെ
കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാകും. ബൈ ദ ടൈം ഷീ റീച്ചസ് ഹോം ഹർ ചിൽഡ്രൻ വിൽ ഹാവ് സ്ലെപ്റ്റ്. ഇനി അവൾ വീട്ടിൽ എത്തിയപ്പോൾ അവളുടെ കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിലോ? ബൈ ദ ടൈം ഷീ റീച്ച്ഡ് ഹോം ഹർ ചിൽഡ്രൻ ഹാഡ് സ്ലെപ്റ്റ്. അപ്പോൾ ബൈ ദ ടൈം ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലായല്ലോ?